നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നൂഡിൽസാണ്. അതിനാവശ്യമായിട്ടുള്ള ഒരു ചെറിയ ക്യാബേജ്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. 100 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 200 ഗ്രാം നൂഡിൽസ് നന്നായിട്ട് വേവിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം പാനിലോട്ട് 1 സ്പൂൺ നല്ലെണ്ണ, വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസിലോട്ടും നമ്മൾ 1 സ്പൂൺ നല്ലെണ്ണ ആഡ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ നല്ലെണ്ണയിലിട്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കണം. നല്ലെണ്ണയ്ക്ക് പകരം ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും പൊടിയും കൂടെ ആഡ് ചെയ്യുക. അത് വറുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയി വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ഒരു പച്ചമണം മാറിയാൽ മതി. അതിനുശേഷം നമ്മൾ 2 മുട്ട എടുക്കുന്നുണ്ട്. അതും അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട സവാള. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഹൈയിലാക്കുക. എന്നാലേ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല അതേ കളറിൽ തന്നെ കിടക്കുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ആ ഒരു പച്ചമണം മാത്രം മാറിയാൽ മതി. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് സോയാ സോസാണ്. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ സോസാണ്. അതും 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് യൂസ് ചെയ്യുന്നുണ്ട്, ഞാനിവിടെ ചില്ലി സോസ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസും കൂടി ആഡ് ചെയ്യാം. 1/2 ടേബിൾ സ്പൂൺ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്യുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടെ മിക്സ് ചെയ്യുക. ഞാനിവിടെ 1 സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.